മൗലിദിന് യാതൊരു തെളിവുമില്ല. മൗലിദിന് യാതൊരു തെളിവുമില്ല. പണ്ഡിതന്മാർ ചിന്തിച്ച് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഏതാണ്ട് ജനിക്കുന്ന കാലത്താണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മഹാനായ ജനിക്കുന്നത് 600കളിലാണ്, ഹിജറ 630കളിൽ. ഹിജറ 630കളിൽ ജനിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മുൻപേ ഈ മൗലിദ് പ്രചാരത്തിലുണ്ട്. അപ്പോ രാജകീയമായ ഈ മൗലിദിനെ കുറിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ് അന്ന് ഡമാസ്കസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന ഷാഫിഈ പണ്ഡിതൻ. ഷാഫിഈ മദ്ഹബുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിധികൾ പരിശോധിച്ചാൽ നമുക്ക് ഇമാം നവവിയുടെ ഗുരുവര്യനായ ഷെയ്ഖ് ശിഹാബുദ്ദീൻ അബൂ ഷാമ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയും. ഇമാം നവവി മുദരിസായി താമസിച്ച, ഇൽമു പകർന്നുകൊണ്ട് താമസിച്ച അഷ്റഫിയ മദ്രസയിലെ തന്റെ മുൻഗാമിയും തന്റെ ഗുരുവര്യരുമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ശിഹാബുദ്ദീൻ അബൂ ഷാമ. അബൂ ഷാമ റളിയല്ലാഹു അൻഹു തന്നെ ഇതിനെക്കുറിച്ച് വളരെ സുന്ദരമായി വിധി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് മിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ മാ യുഫ്അലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലി യൗമി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജനനനാളുമായി ബന്ധപ്പെട്ട് അതിനോടനുയോജ്യമായി ഓരോ വർഷവും സംഘടിപ്പിക്കപ്പെടുന്ന മൗലിദ് പരിപാടികളുണ്ടല്ലോ, അത് നമ്മുടെ കാലത്ത് ഉണ്ടാക്കപ്പെട്ട പുതിയ കാര്യങ്ങളിൽ, പുതിയ നടപടികളിൽ, പുതിയ മാതൃകകളിൽ, സമ്പ്രദായങ്ങളിൽ, വഴക്കങ്ങളിൽ ഏറ്റവും സുന്ദരമായതും പുണ്യമാർന്നതിലും പെട്ടതാണ്. മിന സ്വദഖാത്ത് വൽ മഅറൂഫ് വഇൽഹാരി സീന വസ്സുറൂർ. നബിദിനം പ്രമാണിച്ച്, നബിയുടെ ജന്മമാസം പ്രമാണിച്ച് സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു, അലങ്കാരങ്ങളും തോരണങ്ങളും തൂക്കുന്നു, നല്ല നല്ല കർമ്മങ്ങൾ പലതും ചെയ്യുന്നു, ഭക്ഷണാദികളായും അല്ലാതെയും ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഇലൽ ഫുഖറാ വസ്സുറൂർ ഫഇന്ന ദാലിക മഅ മാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാ മുശ്ഇറുൻ ബിമഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഅലീമിഹി വജലാലതിഹി ഫീ ഖൽബി ഫാഇലി ദാലിക. ഇത് പ്രവർത്തിക്കുന്നയാൾക്ക് സാധാരണക്കാരായ നല്ല നല്ല സാധുക്കൾക്കും നിർധനർക്കും സഹായിക്കുക എന്ന നല്ല കാര്യങ്ങളിലുള്ളതിന്റെ കൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുക, നബിയെ പിരിശം വെക്കുക, നബിയെ മഹത്വപ്പെടുത്തുക എന്ന ഒരു പ്രത്യേക മനോഭാവവും മാനസികമായ വിചാരപരമായ ഒരു നല്ല പുണ്യവും ഈ കൂട്ടത്തിലുണ്ട്. വശുക്രില്ലാഹി തആല അലാ മാ ബിഹി മിൻ ഈജാദ് റസൂലിഹി അല്ലദീ അർസലഹു റഹ്മതൻ ലിൽ ആലമീൻ. ലോകർക്ക് കരുണയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകി അല്ലാഹു തആല സൃഷ്ടിച്ചു എന്നതിന്റെ പേരിൽ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തലും ഇതിലുണ്ടെന്ന് മഹാനായ അല്ലാമ അബൂ ഷാമ വിവരിക്കുന്നത് സാധാരണ ഒരു ഗ്രന്ഥത്തിലല്ല. അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ്. സമൂഹത്തിൽ അള്ളിപ്പിടിച്ചു വന്ന അനാചാരങ്ങളെയും വേണ്ടാത്തരങ്ങളെയും എതിരെ പ്രതികരിക്കുന്ന ഗ്രന്ഥം, ജനങ്ങൾക്കതിന് പ്രചോദനം നൽകുന്ന ഗ്രന്ഥം, ജനങ്ങളെ അതിന് പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥം എന്ന രീതിയിൽ അന്നത്തെ കാലത്ത് ആ നൂറ്റാണ്ടിൽ പുതുതായി കാണുന്നതായ എല്ലാ അനാചാരങ്ങളെയും എതിർക്കുന്ന കൂട്ടത്തിലാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അനാചാരങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തുമ്പോൾ ആ ക്യാമ്പയിന്റെ കൂട്ടത്തിലാണ് മഹാനായ അല്ലാമ അബൂ ഷാമ ഇത് വിവരിക്കുന്നത്. ഞാൻ പറയുന്ന അനാചാരങ്ങളുടെ കൂട്ടത്തിലോ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട അനാചാരങ്ങളുടെ കൂട്ടത്തിലോ പെട്ടതല്ല മൗലിദ് എന്ന നല്ല നടപടി. അത് ഏറ്റവും മുന്തിയ വിദഅത്താകുന്നു എന്ന് അല്ലാമ അബൂ ഷാമ പ്രഖ്യാപിച്ചയുടെ മുതൽക്ക് ശാഫിഈ മദ്ഹബിലെ ഒരൊറ്റ പണ്ഡിതനും ഇന്ന് കാണുന്ന രീതിയിലുള്ള മൗലിദ് പരിപാടി ഇതിലും ഗംഭീരമായ രീതിയിൽ ആരംഭിച്ച അന്ന് തൊട്ട് സമൂഹത്തിൽ നടന്നു വരുന്ന ഷെർഖം ഓർബൻ, കിഴക്കും പടിഞ്ഞാറും ലോകത്താസകലവും നടന്നു വരുന്നത് എന്ന് ഇമാമുകളും ചരിത്രകാരന്മാരും വിവരിച്ച ഈ സമ്പ്രദായത്തെക്കുറിച്ച് വിയോജിച്ച ഒരഭിപ്രായം, ശരയിന് പറ്റാത്ത ഒരഭിപ്രായം ശാഫിഈ മദ്ഹബിൽ ഒരു പണ്ഡിതന്റേതുമില്ല. മൗലിദിന് യാതൊരു തെളിവുമില്ല. ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണത്തിൽ ഇത് ഏറ്റവും മുന്തിയ നടപടിയാണെന്നും മാതൃകയാക്കേണ്ട നടപടിയാണെന്നും സത്കർമ്മങ്ങൾ മാത്രമുള്ളതാണെന്നുമാണ് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ മുഴുവൻ വിധിയെഴുതിയത്. അല്ലാമ അബൂ ഷാമയെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാം ഇവരുദ്ധരിക്കുന്ന ആളുകൾ, ഇത് വല്ലാത്തൊരു അതിശയാണ്. സാധാരണ വിധികളിൽ കേരളത്തിലെ സുന്നികൾക്കെതിരെ, ശാഫിഈ മദ്ഹബുകാർക്കെതിരെ പുതുതായി കൊണ്ടുവരുന്ന എല്ലാ വാദങ്ങളിലും അവർ ഉന്നയിക്കുന്ന ആളുകളാണ് ഈ മൗലിദുമായി ബന്ധപ്പെട്ടുള്ള ഫത്വക്ക് സുന്നികൾക്ക് മുന്നിൽ വെക്കാനുള്ളത്. ഇതെന്തോ യാദൃച്ഛികമാണെങ്കിലും രസകരമായ ഒരു അനുഭവമാണ്. അല്ലാമ അബൂ ഷാമയെ എല്ലാ ബിദ്അത്തുകൾ പറയുമ്പോഴും
അതിന്റെ മുന്നണിയിൽ നിർത്തിയിട്ട് ഉദ്ധരിക്കപ്പെടാറുള്ളതാണ് അല്ലാമ അബൂശാമ. അബൂശാമ പറയുന്നു എന്ന് ഒരുപാട് വിദ്യാർത്ഥികളെ കുറിച്ച് പുതിയവാദികൾ പുത്തൻവാദികൾ ഉദ്ധരിക്കാറുണ്ട്. ഈ അബൂശാമയാണ് വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നതും വിദ്യാർത്ഥികൾക്കെതിരെ ശബ്ദിക്കുന്നതും തന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും നല്ല മുന്തിയ വിദ്യാത്തും പുണ്യകർമ്മവും എന്ന് നമ്മുടെ മൗലിദാചാരത്തെക്കുറിച്ചും മൗലിദ് കർമ്മത്തെക്കുറിച്ചും വിവരിക്കുന്നത്. ഇനി അല്ലാമ അബൂശാമയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഫത്വ നമ്മുടെ സുന്നി പണ്ഡിതന്മാർ ശാഫിഈ മദ്ഹബുകാർ ഉദ്ധരിക്കുന്നത് ഒന്ന് അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാഹ് തങ്ങൾ അവർക്കെതിരെയാണ്. ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനിയുടെ ഉദ്ധരണികൾ ധാരാളമായി പുത്തൻവാദികൾ ഉദ്ധരിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ പുത്തൻവാദികളുടെ നാട്ടിൽ നിന്നിറങ്ങുന്ന കിതാബുകളിൽ അദ്ദേഹത്തെ വാഴ്ത്തുന്നത് പോലും അശ്അരി ത്വരീഖത്തിനെ വിട്ട് അശ്അരി ത്വരീഖത്തിലെ മാറ്റങ്ങൾക്കെതിരെ ശബ്ദിച്ച ഒരു പണ്ഡിതൻ എന്ന നിലക്കാണ്. അശ്അരി ത്വരീഖത്തിലെ വ്യതിയാനങ്ങൾക്കെതിരെ, അതായത് നമ്മളെ സുന്നി മാർഗത്തിന്റെ ഒരു പേരാണ് അശ്അരി ത്വരീഖത്ത്. ഈ അശ്അരി സരണി എന്ന നമ്മുടെ സുന്നി മാർഗത്തിനെതിരെ ചിന്തിച്ച ഒരു പണ്ഡിതനാണ്, ശാഫിഈ മദ്ഹബുകാരനായ പണ്ഡിതനാണ് ഹാഫിദ് ഇബ്നു ഹജർ എന്ന് ഇബ്നു ഹജറിനെ വാഴ്ത്തി പറയുന്നവർ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫത്വ വളരെ സുന്ദരമായി അദ്ദേഹത്തിന്റെ ഫത്വയുണ്ട്. ആ ഫത്വ വളരെ പ്രസിദ്ധമാണ്. നല്ല നടപടികളും മറ്റുമൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള അത് പുണ്യകർമ്മമാണെന്നും അതിൽ പ്രതിഫലാർഹമാണെന്നും മഹാനവരുടെ ഫത്വയിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീകൾ കൂടിക്കലരുക പോലുള്ള മോശപ്പെട്ട സംഗതികളുണ്ടെങ്കിൽ അത് വർജിക്കേണ്ടതാണെന്നും ഈ കർമ്മം നല്ല ആചാരവും സദാചാരവും പ്രതിഫലാർഹവുമായ പുണ്യമാർന്ന നല്ല നടപടിയാണെന്നും ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി വിവരിക്കുന്നുണ്ട്. മൗലിദിന് യാതൊരു തെളിവുമില്ല. അദ്ദേഹത്തിന് ശേഷം വന്ന മഹാനായ ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഫത്വ ഉദ്ധരിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു രചന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഇമാം സുയൂത്തിയുടെ പ്രത്യേകതയാണ്. വിവാദത്തിലിരിക്കുന്ന ഏത് വിഷയത്തെക്കുറിച്ചും ഒരു രചന, ഒരു സൃഷ്ടി മഹാനരുടെ പേരിൽ ഉണ്ടാകും. ഹുസ്നുൽ മഖ്സദ് ഫീ അമലിൽ മൗലിദ് എന്ന ഒരു ചെറിയ രചന തന്നെ മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മൗലിദിന് യാതൊരു തെളിവുമില്ല. അദ്ദേഹത്തിന്റെ ഫത്വയും മുൻഗാമികളുടെ ഫത്വയും ഉദ്ധരിച്ചുകൊണ്ട് ഖാത്തിമത്തുൽ മുഹദ്ദിഖീൻ ഇന്ന് ശാഫിഈ മദ്ഹബിലെ അവസാന വാക്കെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മഹാനായ ഖാത്തിമത്തുൽ മുഹദ്ദിഖീൻ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു തങ്ങളും ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണത്തിലൂടെ ഇത് പുണ്യ ആചാരമാകുന്നു, നല്ല കർമ്മമാകുന്നു, പുതുതായി വന്നതെങ്കിലും എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഫത്വ ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഫത്വ ഗ്രന്ഥങ്ങളിലുമുണ്ട്. ഇപ്പൊ ശാഫിഈ മദ്ഹബിൽ ഇത് സുന്നത്താണ്, പുണ്യമാർന്നതാണ് എന്ന അർത്ഥത്തിൽ ആരും എതിർക്കുന്നില്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ കൂലിയിട്ടുള്ള കാര്യമാണ്. ബിദ്അത്ത് എന്നും പറയാം, പിന്നെ സുന്നത്ത് എന്നും പറയാമെന്നതൊക്കെ ഒന്നും വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന ഉപയോഗങ്ങളാണ്. സുന്നത്ത് ബിദ്അത്ത് എന്ന് പറഞ്ഞൊന്ന് സുന്നത്ത് എന്ന് ആദ്യം ബിദ്അത്ത് എന്ന് പറയാം, പിന്നെ സുന്നത്ത് എന്ന് പറയാൻ പറയുമ്പോൾ പ്രശ്നം വരും. ഞാൻ സുന്നത്ത് എന്ന് പറയുന്നത് ആഖിറത്തിൽ കൂലി കിട്ടും, പ്രവർത്തിച്ചാൽ ആഖിറത്തിൽ പ്രതിഫലാർഹമായ കാര്യത്തിന് സുന്നത്ത് നിസ്കാരം എന്ന് നമ്മൾ പറയില്ലേ, ഫർദ് നിസ്കാരം സുന്നത്ത് നിസ്കാരം എന്ന്, ഇതുപോലത്തെ സുന്നത്താണതെന്നും പുതുതായി വന്ന കാര്യമെങ്കിലും എന്ന് മഹാന്മാരായ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരെല്ലാവരും ഇക്കാര്യത്തിൽ വിധി എഴുതിയിട്ടുണ്ട്. ശാഫിഈ മദ്ഹബുകാർക്കിടയിൽ ഇതിൽ അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഉണ്ടാകാൻ ഇടയുമില്ല. കാരണം എന്തുകൊണ്ട്? ശാഫിഈ മദ്ഹബിൽ വിധി പ്രഖ്യാപിക്കേണ്ടതിന്റെ അസ്ഥിവാരങ്ങൾ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളാണ് നൽകിയത്. ആ തത്വങ്ങൾക്കനുസരിച്ചാണ് ശാഫിഈ മദ്ഹബുകാർ ദീനിനെ സമീപിക്കുക, വിഷയങ്ങളെ സമീപിക്കുക, ദീനിന്റെ ഹുക്കുമുകൾ പ്രഖ്യാപിക്കുക. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് സുന്നത്ത് ബിദ്അത്തുമായി ബന്ധപ്പെട്ടുള്ള സമീപന രീതി. പുതുതായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ മദ്ഹബ് സംബന്ധമായി എങ്ങനെ വിധി കൽപ്പിക്കണമെന്നും ഇസ്ലാമിന്റെ പേരിൽ എങ്ങനെ, ദീനിന്റെ പേരിൽ എങ്ങനെ വിധി കൽപ്പിക്കണമെന്നും മഹാനായ ഇമാമുന ശാഫിഈ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ള, നേരായ വഴിക്ക് മാർഗദർശനം നൽകിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ശാഫിഈ മദ്ഹബുകാർക്ക് ഇതിൽ ഭിന്നിക്കാൻ വകുപ്പില്ല, ന്യായവുമില്ല. കാരണം നബിയുടെ കാലത്തില്ലാത്തതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനേ പാടില്ല എന്ന ഒരു വഴി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തുടക്കത്തിലേ അടച്ചു. അദ്ദേഹം ബിദ്അത്ത്, മോശപ്പെട്ട ബിദ്അത്ത് എന്നും ബിദ്അത്ത് എന്ന പേരിൽ നമ്മൾ മോശത്തിൽ ഉപയോഗിക്കുന്നതുമെല്ലാം മാ ഉഹദിസ വഖാലഫ കിതാബൻ ഔ സുന്നതൻ ഔ ഇജ്മാഅൻ ഔ അസറൻ, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നിരക്കാത്തത് ഏതാണോ, പുതുതായി നിർമ്മിക്കപ്പെട്ടത് മുഴുവൻ ബിദ്അത്തല്ല, പുതുതായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മുഴുവൻ ആക്ഷേപാർഹമായ ബിദ്അത്തല്ല. മാവുഹദിസ, നബിയുടെ കാലത്തില്ലാതെ പുതുതായി നിർമ്മിക്കപ്പെട്ടതിന്റെ പുറമെ വഖാലഫ കിതാബൻ ഔ സുന്നതൻ ഔ ഇജ്മാഅൻ ഔ അസറൻ, കിതാബ്, സുന്നത്ത്, ഇജ്മാഅ്
അതുപോലെ തന്നെ മുൻഗാമികളുടെ നടപടി ഇതുപോലുള്ള എല്ലാ വഴക്കങ്ങൾക്കും വിരുദ്ധമായി, പ്രമാണങ്ങൾക്ക് വിരുദ്ധമായും കൂടി വന്നാലേ അത് ആക്ഷേപാർഹമായ ബിദ്അത്താവുകയുള്ളൂവെന്നും കിതാബ് സുന്നത്ത് തുടങ്ങിയ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന കർമ്മമാണെങ്കിൽ അത് നല്ല ബിദ്അത്തുകൾ എന്ന വകുപ്പിലാണ് പെടുകയെന്നും ഇമാമുന ശാഫിഈ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു മുതൽ പിടിച്ചുള്ളവരെല്ലാം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ശാഫിഈ തന്നെ പ്രഖ്യാപിച്ച ആ വഴിയിലൂടെ നീങ്ങുന്നവർക്ക് നമ്മുടെ മദ്ഹബിൽ സംബന്ധിച്ചിടത്തോളം പുതുതായി ഉണ്ടായത് എന്ന് കേൾക്കുമ്പോഴേക്ക് ബേജാറാകാൻ പറ്റില്ല.